ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മെയ് 14 ചൊവ്വാഴ്ച, സപ്തമി തിഥിയാണ്. ഗംഗാസപ്തമിയാണ്. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട്. സാധാരണയായിട്ട് ഇത് തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ട് ആചരിക്കുന്നത്. ഈ പുണ്യകാലം ഒരു വർഷത്തിൽ 4 തവണയാണ് വരുന്നത്. അതിലൊന്ന് ഇപ്പോൾ മെയ് 14 ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത്. ആ പുണ്യകാലത്തിന് പറയുന്ന പേരാണ് വിഷ്ണുപതി പുണ്യകാലം. അതായത് സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രാശിമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഈ പുണ്യകാലം വരുന്നത്. ആ ദിവസം രാവിലെ 10:47 മുതൽ 12:47 വരെയുള്ള സമയം, 10:47 മുതൽ രാവിലെ 12:47 വരെയുള്ള സമയത്തെ വിഷ്ണുപതി പുണ്യകാലമെന്ന് പറയുന്നു. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നോക്കാം. അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് നരസിംഹ അവതാരം. നരസിംഹ രൂപത്തിൽ ഭഗവാൻ അവതരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷവും ഭഗവാന്റെ ക്രോധം അടങ്ങിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ അദ്ദേഹത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ക്രോധം അടങ്ങി പ്രഹ്ലാദനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ആ രൂപത്തിൽ തന്നെ കുറച്ച് സമയവും കൂടി ഇരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദേവന്മാർക്കൊക്കെ വലിയ ഭയം തോന്നി. ഇനിയും ഒരു രൗദ്രഭാവത്തിലാണല്ലോ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ ഇരുന്നാൽ പ്രശ്നങ്ങളാകുമോ എന്ന് തോന്നിയിട്ട് ദേവന്മാർ മഹാലക്ഷ്മിയെ കാണാനായിട്ട് ചെല്ലുന്നു. എന്നിട്ട് ദേവിയോട് സങ്കടം ഉണർത്തിക്കുന്നു. ഭഗവാനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ ഉണ്ടായാലോ എന്ന് കരുതി അങ്ങനെ പറയുന്നു. അപ്പോൾ ദേവിയോട് ദേവന്മാർ പ്രാർത്ഥിക്കുന്നു. ദേവന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ട ദേവി മഹാവിഷ്ണുവിനെ കാണാനായിട്ട് വരുന്നു. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ നരസിംഹ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദേവിയുടെ നിഴൽ പതിച്ച ആ സമയം തന്നെ അദ്ദേഹത്തിന് വളരെ ശാന്തരൂപം കൈവന്നുവെന്നും ദേവിയെ മടിയിൽ ഇടതു തുടയിൽ ഇരുത്തി എന്നുമാണ് പറയുന്നത്. അങ്ങനെ വളരെ ശാന്തതയോടുകൂടി ലക്ഷ്മി നരസിംഹ രൂപത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു. ശാന്തരൂപത്തിലിരിക്കുന്ന നരസിംഹമൂർത്തിയാണ് ലക്ഷ്മി നരസിംഹമൂർത്തി. കാരണം അവിടെ ദേവിയും കൂടി ഉണ്ട്. അപ്പോൾ ആ രൂപത്തിലിരുന്ന് അനുഗ്രഹിച്ച സമയമാണ് ഈ വിഷ്ണുപതി പുണ്യകാലമായി അറിയപ്പെടുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത്, അതായത് രാവിലെ 10:47 മുതൽ 12:47 വരെയുള്ള ആ പുണ്യമായ സമയത്ത് നമ്മൾ ഭഗവാനോട് എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും അതൊക്കെ നമുക്ക് നേടിത്തരുമെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? കുടുംബസ്വസ്ഥത, ശത്രുദോഷങ്ങൾ, അതുപോലെ തന്നെ സമാധാനം, വിദ്യ, ആരോഗ്യം, പിന്നെ സാമ്പത്തിക ഭദ്രത, ഭീകരമായ കടങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ലക്ഷ്മി നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് നമ്മൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അതൊക്കെ നടത്തിത്തരുമെന്നാണ് പറയുന്നത്. അതായത് രാവിലെ 10:47 മുതൽ 12:47 വരെയുള്ള ഈ പുണ്യകാലത്ത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ വീട്ടിൽ നമ്മൾ ഇരിക്കുകയാണ്, നമുക്ക് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകണ്ട എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഭഗവാന് നെയ്വിളക്ക് കത്തിക്കുക. 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിച്ചിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന ദിവ്യമായ മന്ത്രം 108 തവണ ജപിക്കുക. അതല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമാവലിയുണ്ട്, 1000 നാമങ്ങൾ, അത് നമുക്ക് ജപിക്കാം. ഈ വിഷ്ണു സഹസ്രനാമാവലി ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുക.
മറ്റു നമുക്ക് നമ്മുടെ യഥാശക്തി വഴിപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നെയ്വിളക്കാണ് ഏറ്റവും ഉത്തമം. അതുകൂടാതെ തമിഴ്നാട്ടിൽ അവർ നടത്തുന്ന ഒരു ആചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 27 മുല്ലപ്പൂക്കളോ അല്ലെങ്കിൽ 27 തുളസിപ്പൂക്കളോ അല്ലെങ്കിൽ മഞ്ഞപ്പൂക്കളോ എന്താണോ പൂക്കൾ അത് 27 എണ്ണം അവരുടെ കയ്യിൽ എടുത്തു വെക്കും. അതൊരു തട്ടത്തിൽ കയ്യിലെടുത്ത് വെക്കും. എന്നിട്ട് ഭഗവാന് ഓരോ 27 വലത്ത് വെക്കും. അപ്പോൾ ഓരോ വലത്ത് വെച്ച് പൂർത്തിയാക്കി വരുമ്പം ഭഗവാന്റെ മുമ്പിൽ ഒരു പൂ വെക്കും. അങ്ങനെ 27 വലത്ത് പൂർത്തിയാക്കും. ചിലർ കൊടിമരത്തിനാണ് വലത്ത് വെക്കുന്നത്. എന്തായാലും ഭഗവാനെ വലത്ത് വെച്ച് തൊഴുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് 27 തവണ. ഇനി നമുക്ക് 27 പൂക്കൾ കൊണ്ട് 27 തവണയായിട്ട് ഭഗവാന് നമുക്ക് വീട്ടിൽ അർച്ചന ചെയ്യാം. നമ്മൾ വിളക്കിൻ്റെ മുമ്പിലേക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലി ഓരോ 27 പൂക്കളെടുത്ത് നമ്മൾ വിളക്കിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നാളെ ചൊവ്വാഴ്ച ദിവസമാണ്, എല്ലാവർക്കും ജോലിയുണ്ട്. നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും ഈ സമയം നോക്കി വെച്ചിട്ട്, അതായത് 10:47 മുതൽ 12:47 വരെയുള്ള സമയം നമ്മൾ മനസ്സിലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മന്ത്രം ജപിച്ച് നമ്മുടെ പ്രാർത്ഥന ഭഗവാനോട് പറയുക. രാവിലെ നെയ്വിളക്ക് കത്തിച്ച്, വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ പോവുക. നരസിംഹ രൂപത്തിൽ ലക്ഷ്മി സമേതനായി നമ്മളെ അനുഗ്രഹിക്കുന്ന ആ പുണ്യ സമയമാണ് ഈ സമയമെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം പാഴാക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ വൈശാഖ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഭഗവാനോട് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് നാമജപമാണ്. അപ്പോൾ ഇതുപോലുള്ള പുണ്യസമയങ്ങൾ മനസ്സിലാക്കി ആ സമയത്ത് നാമം ജപിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ യഥാസമയത്ത് കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുക. ഭഗവാൻ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. അപ്പോൾ ഈ സമയം മനസ്സിലാക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട്, ഗംഗാസപ്തമി. അത് ഗംഗാദേവിയുടെ ഒരു കഥയൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. ഈ 2 വീഡിയോയും എല്ലാവരും കാണുക. ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.